പത്തനംതിട്ട പുറമറ്റം ഗ്രാമപഞ്ചായത്തിൽ 2 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ UDFിനെ പ്രതിനിധീകരിച്ച് റെനി സനൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായി മത്സരിക്കുകയും LDFിന്റെ പിന്തുണയോടുകൂടി റെനി സനൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്നു. നേരത്തെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായിരുന്നു. ഇക്കുറി എന്താണ് സംഭവിച്ചത്? ഇക്കുറി കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതിനകത്ത് കോൺഗ്രസിലെ ചില നേതാക്കളുടെ ചില വ്യക്തികളുടെയും ഞങ്ങളുമായിട്ടുള്ള ഇടപെടലിൻ്റെ കാരണത്താലാണ് ഞങ്ങൾ മാറി നിന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ ഏതെങ്കിലും രീതിയിൽ അതൃപ്തി അറിയിച്ചിരുന്നോ പ്രവർത്തിക്കുന്നതിൽ? പ്രവർത്തനത്തിലല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നോട് കഴിഞ്ഞ 5-ാം വാർഡിൽ സാറിൻ്റെ വാർഡിൽ മത്സരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് എനിക്കത് സാധിക്കത്തില്ലായിരുന്നു. അതിൽ പിന്നെ കോൺഗ്രസിൻ്റെ ഒരു പരിപാടി നമ്മളെ അറിയിക്കത്തില്ലായിരുന്നു. നമ്മളതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല. എന്തുകൊണ്ടാണ് LDFിൻ്റെ ഒരു പിന്തുണ സ്വീകരിക്കാമെന്ന് കരുതിയത്? ഞങ്ങൾ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു. UDFിന് 7 സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നു. LDFിന് 5 പേരുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ UDF ആണെങ്കിലും LDF ആണെങ്കിലും ഏതൊരു മുന്നണിയാണെങ്കിലും നമ്മൾ ഒന്നിച്ച് നിന്നാൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. UDFകാർ നമുക്ക് പിന്തുണ തരാനായിട്ട് നമ്മളുടെ ഒരു ഡിമാൻഡ് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് നമ്മൾ LDFിൻ്റെ പിന്തുണ അവർ നമ്മളെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അവരോടൊപ്പം നിന്നുകൊണ്ട് വരുന്ന 5 വർഷക്കാലം നേതൃത്വം നൽകാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കും. മുമ്പ് 2 തവണ UDFിൻ്റെ പ്രതിനിധിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലോ. ഇക്കുറി സ്വതന്ത്രമായി മത്സരിച്ചെങ്കിൽ പോലും മനസ്സുകൊണ്ട് UDFിന് പിന്തുണ നൽകണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? അല്ല, നമ്മൾ ആദ്യമേ നമ്മളൊരു UDF ആളാണല്ലോ. UDF പ്രസ്ഥാനത്തിൽ നമ്മൾ അതിനെ അംഗീകരിച്ച് വന്ന ഒരാളാണ്. പക്ഷെ നിലയിൽ ആ നേതൃത്വം നമ്മളെ അംഗീകരിക്കാതെ വന്നപ്പോൾ നമ്മൾ LDFകാർ നമ്മളെ സ്വീകരിച്ചു. അതിനോട് നമ്മൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇക്കുറി തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം UDFിനെ പിന്തുണയ്ക്കാമെന്ന് മുതിർന്ന നേതാവ് PJ കുര്യനെ അറിയിച്ചിരുന്നു? ഇല്ല, അറിയിച്ചിരുന്നില്ല. ഇപ്പോൾ മാഡത്തിൻ്റെ ഹസ്ബൻഡും ഇവിടെ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് വിജയിച്ചു. 2 വിമത സ്ഥാനാർത്ഥികളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയായിരുന്നു? ഇല്ല, വിമതരൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിവേഷം ചുമ്മാ കോൺഗ്രസ് കെട്ടിച്ചമച്ച് തന്നേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിച്ചത്. ഞാൻ PJ കുര്യൻ്റെ വാർഡിലാണ് മത്സരിച്ചത്. അദ്ദേഹം പലപ്പോഴും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഓരോ പ്രവർത്തന രംഗത്തും ഞാൻ കോൺഗ്രസിൻ്റെ ഓരോരോ ഭാഗമായി നിന്നിരുന്ന കാലയളവിലൊക്കെ അദ്ദേഹം പലപ്പോഴും എൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാതെ അതിനെ നിരുത്സാഹപ്പെടുത്താനും അതുപോലെ തന്നെ എന്നെ അവഗണിക്കാനും ശ്രമിച്ചതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തൽക്കാലം മാറി നിന്നത്. PJ കുര്യൻ്റെ വാർഡിൽ അങ്ങ് മത്സരിക്കുന്നു. അങ്ങ് എത്ര വോട്ടാണ് ജയിച്ചത്? UDFിന് എത്ര വോട്ട് കിട്ടിയ വാർഡിൽ? UDFിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 46 വോട്ടാണ്. PJ കുര്യൻ സാറ് കഴിഞ്ഞ 18 ദിവസങ്ങൾ രാവും പകലും ഇല്ലാതെ അഹോരാത്രം പണിപ്പെട്ടിട്ട് ആ വാർഡിൽ നിന്ന് ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയത് വെറും 46 വോട്ടാണ്. അദ്ദേഹം ഒരു വീട്ടിൽ തന്നെ 7-8 തവണ ഓരോ ആളുകളെയും വിളിച്ച് ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ വ്യക്തിഗതകൾ വർണ്ണിച്ച് ഞങ്ങൾ മോശക്കാരാണെന്നും ഞങ്ങൾക്ക് അദ്ദേഹം ഏതാണ്ട് പ്രത്യേകമായിട്ട് എന്തൊക്കെയോ പാരിതോഷികങ്ങൾ തന്നെന്നും ഞങ്ങളതിനെയൊക്കെ അവഗണിച്ചു പോയെന്നും ഒക്കെ ജനങ്ങളോട് നിരവധി തവണ പറഞ്ഞിട്ടും ആ തീരുമാനങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വാർഡിൽ അദ്ദേഹത്തിന് 46 വോട്ടുകൾ നൽകി അദ്ദേഹത്തെ കെട്ടിവെച്ച കാശ്, കോൺഗ്രസ് പാർട്ടിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടമാകുന്ന സ്ഥിതിയിൽ PJ കുര്യൻ്റെ വാർഡിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നു. പുറമറ്റം ഗ്രാമപഞ്ചായത്തിൽ UDFും LDFും സമാസമമാണ് സീറ്റിൻ്റെ കാര്യത്തിൽ. ഇന്നിപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ UDFിനെ പിന്തുണയ്ക്കാമെന്ന് UDF നേതൃത്വത്തെ അറിയിച്ചിരുന്നു? ഞങ്ങളുടെ അടുത്ത് UDFിൻ്റെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ചില പ്രാദേശികമായ ചില നേതാക്കൾ, ലാലു തോമസ്, വർഗീസ് മീശോ ഒക്കെ അടക്കമുള്ള ആളുകൾ ഞങ്ങളോട് വന്ന് സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ ഡിമാൻഡല്ല, ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം, അത് സ്വാഭാവികമായിട്ട് 5-ാം ടൈമാണ് റെനി സനൽ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ അതിന് അർഹമായ ഒരു പരിഗണന നൽകി അതിന് എന്തെങ്കിലും ഒരു നേതൃത്വം, അതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കില്ല എന്ന് കരുതിനെ തുടർന്നാണോ LDFിനെ പിന്തുണയ്ക്കാമെന്ന് തീരുമാനിച്ചത്? അതെ. പത്തനംതിട്ട പുറമറ്റം ഗ്രാമപഞ്ചായത്തിൽ 2 തവണ UDFിനെ പ്രതിനിധീകരിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ റെനി സനൽ ഇക്കുറി LDFിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ LDFിൻ്റെ പിന്തുണയോടുകൂടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്നു. ഒപ്പം തന്നെ UDF നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവും റെനിയും ഒപ്പം തന്നെ വാർഡിൽ നിന്ന് വിജയിച്ച അവരുടെ ഭർത്താവ് സനൽകുമാറും വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.